ഒരു IB ഉദ്യോഗസ്ഥയാകണമെന്ന് സ്വപ്നം കണ്ട പെൺകുട്ടി, മകളുടെ ഇഷ്ടത്തിനൊപ്പം നിന്ന മാതാപിതാക്കൾ, അവൾ സ്വപ്നങ്ങൾ കീഴടക്കുമ്പോൾ അഭിമാനിച്ച അച്ഛനും അമ്മയും ഇന്നും മകളെക്കുറിച്ചോർത്ത് കണ്ണീരണിയുകയാണ്. IB പരിശീലന കാലയളവിലെ പ്രണയമാണ് മകളുടെ ജീവിതം തകർത്തത്. മലപ്പുറം സ്വദേശിയായ യുവാവുമായുള്ള പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്ക് അറിവുള്ളതാണ്. എന്നാൽ ഇരുവരും തമ്മിലുണ്ടായ പ്രശ്നം മകൾ മേഘയുടെ മരണശേഷമാണ് എല്ലാവരും മനസ്സിലാക്കിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ആ യുവാവിന് പങ്കുണ്ടോ? യുവതിയുടെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റും പോലീസിനോട് പറഞ്ഞത്. തിരുവനന്തപുരം പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിലെ റെയിൽവേ ട്രാക്കിൽ കഴിഞ്ഞ ദിവസമാണ് 25-കാരിയായ മേഘയുടെ മൃതദേഹം കണ്ടത്. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയ വിവരം. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രെയിനാണ് യുവതിയെ ഇടിച്ചത്. ഫോൺ വിളി നിർത്താതെ തന്നെ മേഘ ട്രാക്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് സൂചന. ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായി തകർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ആത്മഹത്യാ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സഹപ്രവർത്തകനായ കാമുകനെ വിളിച്ചറിയിച്ച ശേഷമാണ് മേഘ ജീവനൊടുക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മേഘ വിളിച്ചതിന് പിന്നാലെ ഇയാൾ യുവതി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പേട്ട പോലീസിനും IBക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. IBയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് മേഘ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വീട്ടുകാർ സമ്മതിച്ചു. എന്നാൽ യുവാവ് പിന്നീട് ബന്ധത്തിൽ നിന്ന് പിന്മാറി. ഇതാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മാനസിക പീഡനം ആത്മഹത്യക്ക് കാരണമായോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.